എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റി BJP-യിൽ കയറിയ സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് വൾഗർ എന്ന് പറയുന്നതിന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റ് ദ സ്റ്റേജ് മൈ ലൈഫ് അതിന് പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാര്യം പട്ടി കുറയ്ക്കുമ്പോൾ നമ്മൾ കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്. അച്ഛൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഈ ഒരു സൂപ്പർ സ്റ്റാർ നേടിയെടുത്ത ആളാണ്. സ്വന്തം മക്കൾ ഒരിക്കലും അനുഭവിക്കണമെന്ന് ഒരു അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം കാണത്തില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ എന്നും വീട്ടിലൊരു പ്രയോറിറ്റി ആയിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടും എനിക്ക് ബോധമുള്ളൊരു പ്രായം തൊട്ടും നാട്ടുകാർ പലതും പോസിറ്റീവ് കമന്റ്സും ഉണ്ട്, നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. എൻ്റെ അച്ഛനെ പറ്റിയുള്ള അവരുടെ ഒപ്പീനിയൻസ് വോക്കലായിരുന്നു. ചെറുപ്പം പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്നത് കളിയാക്കലാണെങ്കിലും പോസിറ്റീവ് പറയുന്നത് എല്ലാം പച്ചയ്ക്ക് മുഖത്തോർന്നാണ് പറയുന്നത്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടും എനിക്ക് ബോധമുള്ളൊരു പ്രായം തൊട്ടും നാട്ടുകാർ പലതും പോസിറ്റീവ് കമന്റ്സും ഉണ്ട്, നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. എൻ്റെ അച്ഛനെ പറ്റിയുള്ള അവരുടെ ഒപ്പീനിയൻസ് വോക്കലായിരുന്നു. ഒരു ചെറുപ്പം പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്നത് കളിയാക്കലാണെങ്കിലും പോസിറ്റീവ് പറയുന്നത് എല്ലാം പച്ചയ്ക്ക് മുഖത്തോർന്നാണ് പറയുന്നത്. അഡൾട്ടിന് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം തീർച്ചയായിട്ടും. ഒരു കിഡ് അത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു ചൈൽഡ് അത് കേൾക്കുന്നത് അത്രയും പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് പറയുന്നത് ഒരു ഓവർ എക്സ്പെക്ടേഷൻ ആണ്. അതിലൂടെ വളർന്നതാണ് ഞാനും എൻ്റെ സിബ്ലിങ്സും എല്ലാം അതേപോലത്തെ ഒരു എൻവയൺമെന്റിൽ വളർന്നതാണ്. ബട്ട് ദാറ്റ് കംസ് വിത്ത് ദിസ് കരിയർ ദാറ്റ് ഹി ചോസ് ഫോർ ഹിംസെൽഫ്. അതിന്റെ പ്രിവിലേജസ് വരുന്നത് അതിന്റെ ഒരു സാക്രിഫൈസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഒന്ന് ആലോചിക്കുമ്പോൾ അന്ന് വിഷമിച്ചു, ഇന്ന് ആലോചിക്കുമ്പോൾ അത്രയും തന്നെയാണ്. പിന്നെ ഈ ജനറൽ പോപ്പുലേഷൻ ഓർ ദ ക്രൗഡ് ദാറ്റ് കോമന്റ്സ് ഓൺ സച്ച് സെലിബ്രിറ്റീസ്, അവരെ ടാർഗറ്റ് ചെയ്യാം, അവരെ പറ്റി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് പറയാം, വൾഗർ ആവില്ല. അല്ലെങ്കിൽ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റി അച്ഛൻ ഈ പൊളിറ്റിക്സ് കയറിയ സമയത്ത് BJP-യിൽ കയറിയ സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് വൾഗർ എന്ന് പറയുന്നതിന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും ഒരു ബേസിക് എമൗണ്ട് റെസ്പെക്ട് ഉള്ളവരൊന്നും ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ല. അതേപോലത്തെ കമന്റ്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷേ അറ്റ് ദ സ്റ്റേജ് മൈ ലൈഫ് അതിന് പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാര്യം പട്ടി കുറയ്ക്കുമ്പോൾ നമ്മൾ കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു 4-5 തവണ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. We are wasting our energy if we respond to something that doesn't bring any sort of growth in our life. നമുക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു കാര്യത്തിന് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്താൽ നമ്മുടെ സമയം മാത്രമാണ് പോകുന്നത്. മാധവ് എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചോ? ക്യാമറ കാണിക്കാത്ത ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയത്ത് മാധവ് ആക്ച്വലി അച്ഛന്റെ ചില സാധനങ്ങൾ വരും, നോട്ടങ്ങള് സംസാരത്തിൽ വരും. അപ്പൊ ഞാൻ സുരേഷ് വല്ലതാണ് അടുത്ത് sometimes his body language will be like sir gestures during his conversation or something. அது எப்போன்னு கரெக்டா சொல்ல முடியாது, but we can feel it. It's ആ വഴിക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ളിലുണ്ട്. ഇനി ജീനിലുള്ള നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സിനിമ റിലീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താണ് ഒരു സെന്റൻസിൽ ഈ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്? I want to thank the entire team, Kumatikali team, from Venki sir, the DOP, and to Bhavish, the stills photographer, and Mahesh sir, Ramesh sir, all crew. Yeah, so every single light boys, the production assistants, everybody. ഹാർഡ് വർക്കേഴ്സ് ആയിരുന്നു. yeah, എനിക്ക് ഒരു ചെറിയൊരു പോയിന്റ് കൂടെ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.